ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. അതായത് ഇന്ത്യൻ ചാരസംഘടനയായ റോ എങ്ങനെയാണ് ഒരു രാജ്യത്ത് ഇന്ത്യൻ വംശജരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്ത് പണവും പെണ്ണൊഴുക്കിയത്. അപ്പോൾ വളരെ സീക്രട്ടായ ഒരു ഓപ്പറേഷൻ ഇന്ത്യ നടത്തിയ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിവരം, ശത്രുവിനെ പറ്റിയുള്ള വിവരം ഏത് രാജ്യത്തിനും വളരെ പ്രധാനമാണ്. ചിലപ്പോൾ അത് രാഷ്ട്രീയപരമായ ഇൻഫോർമേഷൻ ആയിരിക്കാം. ഉദാഹരണം, ബംഗ്ലാദേശിൽ അടുത്ത നേതാവ് ആരായിരിക്കും, അടുത്ത വിദേശകാര്യമന്ത്രി ആരായിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വിവരം സാമ്പത്തികമാവാം. ചിലപ്പോൾ ഇന്ന കമ്പനി, ഇന്ന ശത്രുരാജ്യത്തെ കമ്പനി എന്തെല്ലാം ടെക്നോളജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ സൈനികമാവാം. ഇപ്പോൾ ചൈന അതിർത്തിയിൽ എത്ര സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്, അവരെത്ര റേഞ്ചുള്ള മിസൈലാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ശത്രുക്കളോ അല്ലെങ്കിൽ ഈവൻ മിത്രങ്ങളോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് മത്സരിക്കുന്ന രാജ്യങ്ങളോ അവരുടെ വിവരങ്ങൾ, അതിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത് പൊളിറ്റിക്കലാവാം, എക്കണോമിക്കലാവാം, മിലിറ്ററി ആൻഡ് സ്ട്രാറ്റജിക് ആവാം, പല രീതിയിലാവാം. അപ്പോൾ കാലാകാലങ്ങളിലായിട്ട് ഓരോ രാജ്യത്തിനും ഇൻ്റലിജൻസ് എത്തിച്ചു തരുന്നത് അതിൻ്റെ ചാരന്മാരാണ്. അപ്പോൾ ചാരന്മാരെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ രഹസ്യമായ കണ്ണും രഹസ്യമായ ചെവിയൊക്കെയാണ്. അവർ രാജ്യത്തിനെതിരെയുള്ള എല്ലാവിധ ഗൂഢാലോചനകളും മണത്തറിയും. അപ്പോൾ ചാരന്മാർ വളരെ പ്രധാനമാണ്. ഇനി ഇത് മാത്രമല്ല, ചാരന്മാർ വേറെ പല ഡ്യൂട്ടിയും ചെയ്യും. ഇപ്പോൾ ശത്രുഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സബോട്ടേജ്, അവിടെയുള്ള പല വിമതരെയൊക്കെ സഹായിക്കുക. അങ്ങനെ ശത്രു രാജ്യങ്ങളിൽ എന്നും പ്രശ്നം ഉണ്ടാക്കുക, അതും ചാരന്മാരുടെ ഡ്യൂട്ടിയാണ്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ പാകിസ്ഥാനിലൊക്കെ ഇന്ത്യ വിരുദ്ധരായ ഭീകരന്മാരെ വെടിവെച്ചുല്ലുന്ന അജ്ഞാതന്മാരറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള പല ഡ്യൂട്ടിയും ചാരന്മാർക്കുണ്ട്. ചാരന്മാർക്ക് ദേശസുരക്ഷയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ചാരസംഘടന എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് അതിൻ്റെ ഇൻറ്റേർണലായിട്ട് അവർ ചാരന്മാരെ വിന്യസിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് IB പോലെ, അതുപോലെ എക്സ്റ്റേണലായിട്ട് രാജ്യത്തിൻ്റെ പുറത്തേക്കും അവർ ചാരന്മാരെ വിടും. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ കോപ്പറേറ്റ് സഹകരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാരന്മാരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദേശീയ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ ഇന്ത്യക്ക് രാഷ്ട്രീയപരമായ, സാമ്പത്തികപരമായ, സാങ്കേതികപരമായ, സൈനികപരമായ പല താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു താല്പര്യമാണ്, അതായത് വിദേശത്തുള്ള ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർ, അവരുടെ സുരക്ഷ, അത് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളിലൊന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ചാരന്മാരെ പറ്റി പറയുവാണെങ്കിൽ, ഇപ്പോൾ പുരാതന ഗ്രന്ഥങ്ങളായ നമ്മുടെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലൊക്കെ ചാരപ്പണിയെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലോകം നോക്കുവാണെങ്കിൽ, ഇന്നിപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം ശക്തമായ ചാരസംഘടനകളുണ്ട്. നമ്മൾ അവരുടെയൊക്കെ കഥ കുറേ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയുടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി, റഷ്യയുടെ FSB, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മൊസാദ്, പാകിസ്ഥാൻ്റെ ISI, അങ്ങനെ പല ചാരസംഘടനകളുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ലോകത്ത് വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ചാരസംഘടനയാണ് ഇന്ത്യയുടെ ചാരസംഘടനയായ റോ, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിൽ ദേശസുരക്ഷയുടെ കേസിൽ ആഭ്യന്തരമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് IB ആണ്, ഇൻ്റലിജൻസ് ബ്യൂറോ. റോ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. ഇനി നമ്മൾ റോയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1968 റോ സ്ഥാപിച്ചത്. കാരണം 62-ലും 65-ലും ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് ഭയങ്കര പോരായ്മകളുണ്ടായിരുന്നു. അത് ഡീൽ ചെയ്യാനാണ് 1968 റോ സ്ഥാപിച്ചത്. അപ്പോൾ അന്നത്തെ IBയിലെ 200ഓളം ഉദ്യോഗസ്ഥർ റോയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ട് അപ്പോഴാണ് പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ അന്നത്തെ പല പ്രധാനമന്ത്രിമാരും റോയെ ശരിക്കും സപ്പോർട്ട് ചെയ്തിരുന്നു. ഏകദേശം 10 കൊല്ലം ആവുന്നതിന് മുമ്പ്, അതായത് 1977 ആയപ്പോഴേക്കും ഈ റോയുടെ ഉദ്യോഗസ്ഥർ 200-ൽ നിന്ന് 5000-ആയി മാറിയിരുന്നു. അപ്പോൾ റോ ഇതിനിടയ്ക്ക് പല വലിയ മിഷനും വലിയ റോള് വഹിച്ചു. ഇപ്പോൾ ബംഗ്ലാദേശ് യുദ്ധത്തിന് റോ വലിയ റോള് വഹിച്ചു. സിക്കിമിന് ഇന്ത്യയുമായി ചേർക്കുന്നതിന് റോ വലിയ റോള് വഹിച്ചു. ഇങ്ങനെ പല രാജ്യങ്ങളിലും റോ പിന്നീടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ, ചൈന, പാകിസ്ഥാൻ, ഇറാൻ, അങ്ങനെ ലോകത്തിൻ്റെ പല കോണുകളിൽ ഇന്ത്യയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പുവരുത്താനും റോയിൻ്റെ ഏജൻറ്റുമാർ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ പല സിനിമകളും അവരെ ഇതിവൃത്യമാക്കി സൃഷ്ടിച്ചിട്ടൊക്കെയുണ്ട്.
അപ്പോൾ റോയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, റോയിൻ്റെ പല മിഷൻസും ഇപ്പോൾ അധികം വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചുരുക്കം ചില മിഷനുകൾ, അതും ചില ഇൻ്റർവ്യൂ ഒക്കെ വഴി പല പുസ്തകങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റോ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റോയ്ക്ക് ധാരാളം വിജയങ്ങളും ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റോ എന്നും ഇന്ത്യയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ വലിയൊരു റോൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഭാഗത്തും റോയ്ക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്, ചില ഭാഗത്ത് ചെറിയ മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിജി എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ മാപ്പിലേക്ക് നോക്കുക, ഓഷ്യാനിയയിലാണ് ഫിജി. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിൻ്റെ അടുത്തുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ഒരു 300-400ഓളം ദ്വീപുകളുണ്ട്. ആ രാഷ്ട്രമാണ് ഫിജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫിജിയുടെ കേസിൽ പറയുവാണെങ്കിൽ, ഫിജിയിൽ പ്രധാനമായിട്ടും പണ്ട് ഉണ്ടായിരുന്നത് പോളിനേഷ്യ, മെലാനേഷ്യ എന്ന് പറഞ്ഞ ദ്വീപ സമൂഹങ്ങളിൽ നിന്ന് വന്ന ഗോത്രവർഗ്ഗക്കാരാണ്. അപ്പോൾ അവരാണ് ഫിജിയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യൂറോപ്യന്മാർ ആദ്യമായിട്ട് ഫിജിയിൽ വരുന്നത് 1643-1643 പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1800-കൾക്ക് ശേഷം കൂടുതൽ യൂറോപ്യന്മാർ, കച്ചവടക്കാർ, മിഷണറികൾ, എക്സ്പ്ലോറേഴ്സൊക്കെ ഈ ഫിജി എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ അതൊരു ദ്വീപാണ് നമ്മുടെ സൗത്ത് പസഫിക്കിൽ. അങ്ങനെ 1874 നോക്കുകയാണെങ്കിൽ നമ്മുടെ യുണൈറ്റഡ് കിങ്ഡം ഫിജി അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1870-കളിൽ ഇന്ത്യ പൂർണ്ണമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് ഈ ഫിജിയും ഇന്ത്യയും എല്ലാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ ഫിജിയിൽ ബ്രിട്ടീഷുകാർ ചെയ്തതെന്ന് വെച്ചാൽ പ്ലാന്റേഷൻ എക്കോണമി ആയിരുന്നു. ഇപ്പോൾ ഈ പഞ്ചസാരയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഫിജിയിലെ ആൾക്കാരധികം ഇല്ല. ഇനി അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനും പാടാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ പണിക്കാരെ കൊണ്ടുവരിക? അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച സിസ്റ്റമാണ് ഇൻറ്റൻജേർഡ് ലേബർ, അല്ലെങ്കിൽ നമ്മൾ കൂലി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഗിരിമത്യ എന്നും പറയും. അതായത് പണ്ടുകാലത്ത് അടിമത്വമായിരുന്നു. അടിമകളെ നടു തകരണ വരെ പണിയെടുപ്പിക്കും. അടിമത്തം ലോകം മൊത്തമുള്ള സിസ്റ്റമായിരുന്നു. ഇപ്പോൾ യൂറോപ്യന്മാരെല്ലാം തന്നെ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, അതുപോലെ പണ്ടുകാലത്ത് റോമാക്കാർ, അതുപോലെ തന്നെ അറബികൾ, തുർക്കികൾ, ആഫ്രിക്കൻസ്, ഇന്ത്യക്കാർ, ബർമ്മക്കാർ, ചൈനക്കാർ, അങ്ങനെ ലോകം മൊത്തം അടിമത്വം ഒരു വലിയ സിസ്റ്റമായിരുന്നു. അടിമകളെ വെച്ചാണ് മെയിൻ പണിയൊക്കെ എടുപ്പിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ പിരമിഡുകൾ തുടങ്ങി യൂറോപ്യന്മാരുടെയും അറബികളുടെയൊക്കെ നമ്മുടെ കരിമ്പിൻ തോട്ടങ്ങളിലൊക്കെ ശരിക്കും പണിയെടുത്ത അടിമകളാണ്. പക്ഷേ 1830-കളോടുകൂടി ലോകത്ത് അടിമത്തം നിരോധിക്കപ്പെട്ടു. അപ്പോൾ ഈ യൂറോപ്യൻ ശക്തികൾക്ക്, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്ക്, അവരുടെ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ ആളെ വേണം. അങ്ങനെ കൊണ്ടുവന്ന പുതിയ സിസ്റ്റമാണ് ഇൻറ്റൻജേർഡ് ലേബർ. അതായത് ഒരു 5 കൊല്ലത്തെ ബോണ്ട് പോലെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പണിയെടുപ്പിക്കും. എന്നിട്ട് പയ്യെ അവരവിടെ സെറ്റിലായി, അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ അവർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ 1879 മുതൽ 1916 വരെ ഈ കൊല്ലങ്ങളിൽ ഏകദേശം 60,000-ഓളം ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് UP, ബീഹാർ മുതലായ സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, അന്ന് ബ്രിട്ടീഷ് ഭരണം കൊടുമ്പിരി കൊണ്ടിരിക്കുവാണ്. ഇന്ത്യനെ ശരിക്കും ഊറ്റിയെടുക്കുവാണ്. അന്ന് ഇന്ത്യയിൽ ധാരാളം പട്ടിണികളൊക്കെ ഉണ്ട്, കാർഷിക പ്രതിസന്ധിയൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് പണിയില്ലാണ്ട് കുറേ പേര്, പ്രത്യേകിച്ച് നമ്മുടെ മദ്രാസിൽ നിന്നും അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇൻറ്റൻജേർഡ് ലേബറായിട്ട് പോകും ഒരു പുതിയ ജീവിതം പിടിപ്പിക്കാൻ. അപ്പോൾ അന്ന് UP, ബീഹാർ അങ്ങനത്തെ നോർത്തേൺ ബെൽറ്റിൽ നിന്ന് കുറേ പേര് ഈ ഫിജിയിലേക്ക് കൊണ്ടുപോയി. അവരെ ബ്രിട്ടീഷുകാരവിടെ ഈ കരിമ്പ് തോട്ടങ്ങളിൽ ശക്തമായിട്ട് തന്നെ പണിയെടുപ്പിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് പ്ലാന്റർമാർക്ക് ഭയങ്കര ലാഭമാണ്. അങ്ങനെ നമ്മൾ ഫിജി എന്ന് പറഞ്ഞ രാജ്യം നോക്കുകയാണെങ്കിൽ അവിടെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഫിജിയിലെ പഴയ ആദിവാസികളുണ്ട്, അവരുണ്ട്. കുണ്ടെന്ന ഇന്ത്യക്കാരുണ്ട്, ഈ പണിക്ക് വന്ന ചില ചൈനക്കാരൊക്കെ ഉണ്ട്. ഇത് കൂടാണ്ട് യൂറോപ്യൻ പ്ലാന്റർമാരും ഉണ്ട്. അപ്പോൾ ഭയങ്കര റേഷ്യസും ഉണ്ട്. എല്ലാവരും അവരവരുടെ ക്വാർട്ടേഴ്സിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ മതവും സംസ്കാരവും ഒക്കെ ഫോളോ ചെയ്യുവാണ്. അങ്ങനെ ഒരു സെഗ്രിഗേറ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു എത്നിക് ക്ലീവേജ് അത് ഭാവിയിൽ ഈ വംശങ്ങൾ തമ്മിലടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ വളരെ ഫേമസ് ആയ ഒരു തന്ത്രമാണ് ഡിവൈഡ് ആൻഡ് റൂൾ. അവർ ഭരിച്ചെടുത്തെല്ലാം അവർ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ശ്രീലങ്കയിൽ സിംഹളരും തമിഴരും, ബർമയിൽ ബർമ്മക്കാരും ബംഗാളികളും. അതുപോലെ ഫിജിയിൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഫിജിയൻ ആദിവാസികളുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യക്കാരുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര സംശയമുണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ അടുപ്പിച്ചാണ് ബ്രിട്ടീഷ് ഭരണം സ്ട്രോങ് ആയിട്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഫിജിക്കാരെ സപ്പോർട്ട് ചെയ്ത് ബ്രിട്ടീഷുകാരാണ്. എന്തിനാണ്? ഇന്ത്യക്കാർ വലിയൊരു ശക്തി ആവാണ്ടിരിക്കാൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1970-ലാണ് ഫിജി ബ്രിട്ടീഷുകാർ വിട്ടു പോകുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിജി ബ്രിട്ടീഷുകാർ വിട്ടുപോകുമ്പോഴേക്കും
ഫിജിയിൽ ഭയങ്കര വംശീയ പ്രശ്നം ഉണ്ടാവും. കാര്യം അന്നത്തെ ജനസംഖ്യയിൽ ഒരു പകുതിയിലടുത്ത് ഫിജിയിലെ ലോക്കൽ ട്രൈബ്സാണ്, പിന്നൊന്ന് ഒരു പകുതിയിലടുത്ത് ഇന്ത്യൻ വംശജരാണ്. ഈ രണ്ട് വിഭാഗവും തമ്മിൽ ഭയങ്കര മത്സരമാണ്. എന്തിലൊക്കെയാണ് മത്സരം? ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വിദ്യാഭ്യാസം. അപ്പോൾ അന്നത്തെ ഇന്ത്യക്കാർ വിദ്യാഭ്യാസം ശരിക്കും നേടുന്നുണ്ട്. അന്നത്തെ ഫിജിയിലെ യൂണിവേഴ്സിറ്റികളിൽ കൂടുതലും പഠിച്ചിരുന്നത് ഇന്ത്യൻ വംശജരാണ്. പക്ഷേ ഫിജിക്കാരായ ആദിവാസികൾ വിദ്യാഭ്യാസത്തിൽ ഭയങ്കര പിന്നോക്കമായിരുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ദേഷ്യം ഇന്ത്യക്കാരോട് ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യക്കാരോട് ദേഷ്യം ഉണ്ടാവും, ഇത് മാത്രമല്ല കാര്യം, ഫിജിയിലെ ഭൂരിഭാഗം ഭൂമി ഫിജിയിലെ ആദിവാസികളുടെ കയ്യിലാണ്. ഇന്ത്യക്കാരുടെ കയ്യിൽ കുറച്ച് ഭൂമിയേ ഉള്ളൂ. പക്ഷേ ഇന്ത്യക്കാർ നല്ല കൃഷിക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാർ കൃഷി ചെയ്ത് ഭയങ്കര പൊന്ന് വിളയിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യക്കാർ സമ്പന്നരായിരുന്നു. ആ ഇന്ത്യക്കാരുണ്ടാക്കുന്ന സമ്പത്തിനോട് ഫിജിയിലെ ആദിവാസികൾക്ക് അസൂയ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഫിജിയിലെ ബിസിനസ്സൊക്കെ പലതും നയിച്ചിരുന്നത് ഇന്ത്യൻ വംശജരാണ്. അവർ വളരെ നന്നായിട്ട് തന്നെ ബിസിനസ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ ബിസിനസ് മേധാവിത്വത്തോട് ഫിജിയിലെ ആദിവാസികൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യക്കാർ പഠിച്ച് പല പൊസിഷനിലേക്കും എത്തി വരുമായിരുന്നു. അതിനോടും ഫിജിയിലെ ഈ പറഞ്ഞ ലോക്കൽ വംശജർക്ക് ദേഷ്യമുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫിജിയിലെ അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ഈ ഒരു 100 കൊല്ലം മുമ്പ് പണിക്കുണ്ടെന്ന് ഇന്ത്യക്കാരോട് ഭയങ്കര ദേഷ്യമാണ്. ഇനി ജനസംഖ്യ നോക്കുവാണെങ്കിൽ ഒരു 1970s 80s ആകുമ്പോഴേക്കും 46% ഫിജിയിലെ ആദിവാസികളാണ്, 49% ഇന്ത്യൻ വംശജരാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് പണിക്കുണ്ടെന്ന് ഇന്ത്യക്കാർ കുടുംബമായിട്ട് വന്ന് പെരുകി. അപ്പോൾ ഈ പെരുകിയപ്പോൾ അത് ഫിജിയിലെ ആദിവാസികൾക്ക് അവരോട് ദേഷ്യമായി. ഞങ്ങൾക്ക് മേൽ ഈ ഇന്ത്യക്കാർ ആധിപത്യം സ്ഥാപിക്കുമോ എന്ന് ഇവർ പേടിച്ചു. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു വംശീയപരമായ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫിജിയൻ രാഷ്ട്രീയത്തിലും കാണാൻ പറ്റും. അപ്പോൾ അന്ന് ഫിജിയിൽ പ്രധാനമായിട്ട് 2 പാർട്ടികളുള്ളത്. ഒന്ന് അലയൻസ് പാർട്ടി, അവർ ഫിജിയിലെ ആദിവാസികളുടെ പാർട്ടിയാണ്. ഈ ഫിജിയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു 17 കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ച അവരാണ്. അപ്പോൾ ആ പാർട്ടിയുടെ നേതാവിൻ്റെ പേരാണ് റാത്തുമാര. അപ്പോൾ അവർ ഫിജിക്കാർക്കല്ല ഭൂമിയും ജോലിയും വിദ്യാഭ്യാസവും എല്ലാം ഫിജിക്കാർക്ക് മാത്രം, ഇന്ത്യക്കാരെ രണ്ടാം കിടയായി കാണുക, അതായിരുന്നു അവരുടെ പോളിസി. ഇനി ഇന്ത്യക്കാർ നയിക്കുന്ന പാർട്ടിയുടെ പേരാണ് ഫെഡറേഷൻ പാർട്ടി. അപ്പോൾ അവരെന്നും പ്രതിപക്ഷത്തായിരുന്നു. ഇനി അന്ന് ശീതയുദ്ധമായിരുന്നു. അപ്പോൾ ലോകത്ത് റഷ്യയും അമേരിക്കയൊക്കെ തമ്മിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അന്ന് ഫിജി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈഡിലുള്ള രാജ്യമാണ്. അമേരിക്കയ്ക്ക് ഫിജിയിൽ നേവൽ ബേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയും സപ്പോർട്ട് ചെയ്തിരുന്നത് അന്നത്തെ ഫിജിയൻ വംശജരുടെ പാർട്ടിയായ അലയൻസ് പാർട്ടീനെയാണ്, അതിൻ്റെ നേതാവായ റാട്ടുമാരേനെയാണ്. അങ്ങനെ ഫിജിയിലെ രാഷ്ട്രീയത്തിലും ഈ ഒരു ഇമ്പാക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ വംശജർ അധികാരത്തിലേക്ക് വരാണ്ടിരിക്കാൻ ഫിജിയിലെ ലോക്കൽ പൊളിറ്റീഷ്യൻസ് എന്നും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കാലങ്ങളും മാറി 1987 ഇലക്ഷനിൽ ഒരു വലിയ മാറ്റം വരുവാണ്. അന്ന് ഇന്ത്യൻ വംശജർ നയിക്കുന്ന പാർട്ടിക്ക് ഒരു കൂട്ടുമുന്നണിയിൽ ഭയങ്കര വിജയം കിട്ടുവാണ്. അങ്ങനെ ഒരു ഇന്ത്യൻ വംശജനായ നേതാവ് ഫിജിയുടെ നേതാവാകാൻ പോവുകയാണ്. അങ്ങനെ അതൊരു വലിയ പ്രശ്നമാകാൻ പോവുകയാണ്. കാര്യം സ്വാതന്ത്ര്യത്തിന് ശേഷം 17 കൊല്ലം തുടർച്ചയായി ഫിജിയിലെ ആദിമ നിവാസികളാണ് ഫിജി ഭരിച്ചിരുന്നത്. ഇനി ഇന്ത്യക്കാർ വരുന്നവർക്ക് സഹിക്കാൻ വയ്യ. കാര്യം ഓൾറെഡി വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് വെക്കുവാണ്, ബിസിനസ്സിൽ മുമ്പോട്ട് വെക്കുവാണ്, നല്ല മിടുക്കന്മാരാണ് ഇവർ, ഞങ്ങളെയും ഔട്ട്സ്മാർട്ട് ചെയ്യുന്ന പേടി അവർക്കുണ്ട്. അങ്ങനെ ആ ഇലക്ഷനിൽ ഒരു ഇന്ത്യൻ പാർട്ടി വന്നു. അപ്പോൾ ഒരു ഇന്ത്യൻ നേതാവ് അവിടുത്തെ ലീഡറൊക്കെ ആയി, ധാരാളം ഇന്ത്യൻ മന്ത്രിമാരൊക്കെ വന്നു. അപ്പോഴാണ് ഫിജിയിൽ ഏറ്റവും ദൗർഭാഗ്യമായ കാര്യം നടക്കുന്നത്. അവിടെ ഒരു പട്ടാള അട്ടിമറി നടക്കുവാണ്. അപ്പോൾ പട്ടാള അട്ടിമറി നയിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് സ്റ്റീവേനി റുബാക്ക എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഫിജിയൻ മിലിറ്ററി ഓഫീസറാണ്. അപ്പോൾ എന്തിനായിരിക്കും അദ്ദേഹം മിലിറ്ററി അട്ടിമറി നടത്തുന്നത് നമുക്കറിയാം. അങ്ങനെ ഇന്ത്യൻ മന്ത്രിമാരെയൊക്കെ പിരിച്ചുവിടുവാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വരുവാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റിന് നയിക്കുന്ന നേതാവിൻ്റെ പേര് തിമോസി ബവാദ്ര എന്നാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ മേധാവിത്വമുള്ളൊരു ഗവൺമെൻറ് ഉണ്ട്, ഒരു 5-6 ഇന്ത്യൻ മന്ത്രിമാരൊക്കെ ഉള്ളതാണ്. ആ ഗവൺമെൻറ് രാജിവെക്കേണ്ടി വരുവാണ്. അങ്ങനെ ആദ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഫിജിയിൽ കയറിയ ഒരു ഇന്ത്യൻ പാർട്ടി, അവർ ജനാധിപത്യപരമായി എലക്ട് ചെയ്യപ്പെട്ടു. എന്നിട്ടും ഫിജിയൻ പട്ടാള ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടാള അട്ടിമറി വന്നപ്പോൾ അവർ രാജിവെക്കേണ്ടി വരുവാണ്. അങ്ങനെ ഭയങ്കര പ്രശ്നം വരുവാണ്. പല ഭാഗത്തും ഇന്ത്യക്കാർക്കെതിരെ ഭയങ്കര ആക്രമണമാണ്. ഇന്ത്യൻ ബിസിനസ്സുകൾക്ക് നേരെ, ഇന്ത്യക്കാരുടെ കടയ്ക്ക് നേരെ, ഇന്ത്യക്കാർക്ക് നേരെ, ഇന്ത്യക്കാരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ പല ഇന്ത്യൻ രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്ത്യക്കാരുടെ അവസ്ഥ ഭയങ്കര കഷ്ടവുമാണ്. അപ്പോൾ അന്ന് ഇന്ത്യ ഭരിക്കുന്ന രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ ഫിജിയിലെ ഇന്ത്യക്കാരുടെ അവസ്ഥയെപ്പറ്റി പല ന്യൂസ് കേൾക്കുവാണ്. പലയിടത്തും ഇന്ത്യക്കാർ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ രാജീവ് ഗാന്ധിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഇന്ത്യയുടെ അന്നത്തെ ദേശീയ താല്പര്യം എന്ന് പറഞ്ഞാൽ ഫിജിയിൽ വീണ്ടും ജനാധിപത്യം വന്നുവെന്നാണ്. കാര്യം അന്നത്തെ ഫിജിയിലെ നേതാക്കൾ ഇന്ത്യക്കാരെ നാട് കടത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു.
അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യ ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK മുതലായ രാജ്യങ്ങൾ ബന്ധപ്പെട്ടു. കാര്യം ഈ രാജ്യങ്ങൾക്ക് ഫിജിയിൽ ഭയങ്കര സ്വാധീനമുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു ഫിജിയിലെ ഗവൺമെൻറ്റിനെ സമ്മർദ്ദം ചെലുത്തി ഇലക്ഷൻ നടത്തിക്കണം. പക്ഷേ അവർ കാര്യമായിട്ട് ചെയ്തില്ല. കാര്യം ഒന്നൊന്ന് ശീതയുദ്ധമുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അവിടെ ഇന്ത്യക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുവാണ്, അത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശീതയുദ്ധത്തിൻ്റെ ഇതുണ്ട്. അപ്പോൾ അന്ന് അമേരിക്കയുടെയൊക്കെ സപ്പോർട്ട് അന്നത്തെ ഫിജി ഗവൺമെൻറ്റിനാണ്. പോലീസ് പല ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ചു, ഫിജിയിലെ പട്ടാള ഭരണകൂടം നമ്മൾ അംഗീകരിക്കാൻ പോകുന്നില്ല. കാര്യം അവർ ഇന്ത്യക്കാരെ ആക്രമിക്കുവാണ്. നമ്മുടെ എല്ലാ സാമ്പത്തിക സാങ്കേതിക സഹകരണവും രാജീവ് ഗാന്ധി ഗവൺമെൻറ് അവസാനിപ്പിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞുകൊണ്ടൊരു ഇലക്ഷൻ നടത്താൻ പോകുന്നില്ല. അപ്പോൾ നേരിട്ട് കാര്യം നടക്കില്ലെങ്കിലാണ് നമ്മൾ അടികൂടെയുള്ള പരിപാടി ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ചാരസംഘടനയായ റോയെ ഏർപ്പെടുത്തി. അവരൊരു ഫിജി സെൽ ഉണ്ടാക്കി. അങ്ങനെ ഫിജിയിലൊരു വേറൊരു അട്ടിമറിക്ക് സഹായിക്കുക, അതാണ് ലക്ഷ്യം. അപ്പോൾ ഇതൊരു പുസ്തകത്തിന് മേലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്, അതിൽ വെളിപ്പെടുത്തലാണ്. അപ്പോൾ അതിൽ 3ഓളം ചാരന്മാരുടെ പേര് പറയുന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഐഡൻറ്റിറ്റി ഫേക്ക് ആയിരിക്കാം. ഒരാളുടെ പേര് അനുപം മാലിക്, വേറൊരാളുടെ പേര് സഞ്ജീവ് സഗാൾ, വേറൊരാളുടെ പേര് കൈലാഷ് സിംഗ്. ഈ 3 റോ ഏജൻറ്റുമാരാണ് ഫിജിയിൽ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ ഓപ്പറേഷൻ വളരെ രസമാണ്. അപ്പോൾ ഫിജിയുടെ അടുത്തുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഈ ചാരന്മാർ അവരുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യും. ഈ ചാരന്മാർക്ക് പരസ്പരം മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചില സ്ഥലങ്ങൾ കണ്ടെത്തും. അത് അവരുടെ സ്ഥലമായിരിക്കും, വേറെ ആർക്കും അവിടെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു രഹസ്യ സ്ഥലമായിരിക്കും. അതിനാണ് സേഫ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും ചാരന്മാർ സേഫ് ഹൗസുകൾ ഉണ്ടാക്കും അവരുടെ ആൾക്കാർക്ക് സമ്മേളിക്കാൻ, ചർച്ച ചെയ്യാൻ. അപ്പോൾ ഈ അനുപം മാലിക് ആയി തന്നെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലൊരു സേഫ് ഹൗസ് സെറ്റ് ചെയ്തു. അതുപോലെ സഞ്ജീവ് സെഗാൾ ന്യൂസിലൻഡിലെ അടുത്ത രാജ്യമായ ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടണിൽ ഒരു സേഫ് ഹൗസ് സെറ്റ് ചെയ്തു. അതുപോലെ കൈലാഷ് സിംഗ് ഓസ്ട്രേലിയയിലെ അഡ്ലൈഡ് നഗരത്തിലൊരു സേഫ് ഹൗസ് സെറ്റ് ചെയ്തു. അപ്പോൾ സേഫ് ഹൗസ് ഒക്കെ സെറ്റ് ചെയ്തു. ഇനി ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. അപ്പോൾ സഞ്ജീവ് സെഗാൾ ഈ ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും UK മാധ്യമ സ്ഥാപനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങി, പൈസ കൊടുത്തിട്ട്. എന്നിട്ട് ഫിജി ഗവൺമെൻറ്റിനെതിരെയുള്ള വാർത്ത വിടുവാണ്. അപ്പോൾ അവർ എപ്പോഴും ഫിജിയിലെ പട്ടാള ഗവൺമെൻറ്റിനെതിരെ വാർത്ത പബ്ലിഷ് ചെയ്യുവാണ്. അങ്ങനെ അവർക്കെതിരെ ഒരു പൊതുജനാഭിപ്രായം നമ്മൾ രൂപീകരിക്കുവാണ്. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. അങ്ങനത്തെ ഓപ്പറേഷൻ ഇന്ത്യ ചെയ്യുവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറേ പൈസ ഇറക്കുന്നുണ്ട്. ഫിജിയിൽ ജനാധിപത്യത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UK ആർട്ടിക്കിൾസ് വരുവാണ്. പട്ടാള ഭരണകൂടത്തെയും സ്റ്റിവേനി റുബാക്കയെയും ഇന്ത്യക്കാർക്കെതിരായ അതിക്രമത്തെയും അപലപിച്ചുകൊണ്ട് ധാരാളം ലേഖനങ്ങൾ വരുവാണ്. അങ്ങനത്തെ ഒരു എഫേർട്ട്. ഇനി അതുപോലെ തന്നെ അന്നത്തെ മറ്റേ ഏജൻറ്റ് കൈലാഷ് സിംഗ് ന്യൂസിലൻഡിലെ പല രാഷ്ട്രീയക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുവാണ്. അവരുടെ പാർലമെൻറ്റിൽ ഫിജിയിലെ പട്ടാള അട്ടിമറിയെ അപലപിച്ചുകൊണ്ട് സംസാരിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും രാഷ്ട്രീയക്കാരെ, മീഡിയക്കാരെയൊക്കെ സ്വാധീനിക്കുവാണ്. ഇനി മാലിക്കിൻ്റെ ഡ്യൂട്ടി കുറച്ചും കൂടെ, അനുപം മാലിക്കിൻ്റെ ഡ്യൂട്ടി കുറച്ചും കൂടെ റിസ്ക്കിയാണ്. നമ്മളപ്പോൾ അന്തർദേശീയ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മീഡിയനെയും രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഫിജിയിലെ ഇന്ത്യക്കാർക്ക് പ്രശ്നം വന്നാൽ അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ? അപ്പോൾ അവർക്ക് വേണ്ടി ആയുധവും പണം എത്തിക്കാൻ ഒരു വിങ് ഉണ്ടാക്കുവാണ്, ഒരു ചെറിയ ബോട്ടിലൊക്കെ. അത് നയിക്കുന്നത് മാലിക്കാണ്. അപ്പോൾ അത് ഓസ്ട്രേലിയയിൽ നിന്ന് അങ്ങേര് കുറേ ആയുധങ്ങളും പണവും ഫിജിയിൽ ഇന്ത്യക്കാർക്ക് സപ്ലൈ ചെയ്യുവാണ്. പക്ഷേ ഓസ്ട്രേലിയൻ ചാരസംഘടന അത് മണത്തറിഞ്ഞു. അങ്ങനെ അതൊക്കെ പിടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ആയുധമൊക്കെ അപ്പോൾ എത്തിക്കാൻ പറ്റിയില്ല. ഈ വാർത്ത ഭയങ്കര ലീക്കായി. ഇന്ത്യ ഫിജിയിൽ ഇന്ത്യക്കാർക്ക് ആയുധം എത്തിക്കുമെന്ന് വാർത്തയൊക്കെ വന്നു. നമുക്കൊരു നാണക്കേടാണ്. അപ്പോൾ നമ്മളത് ഡിനൈ ചെയ്തു. ഈ ചാരപ്പണിയിൽ എപ്പോഴും നമ്മൾ ഡിനയലൊക്കെ നോർമലാണ്. അപ്പോൾ എന്താ കേസ് എന്ന് വെച്ചാൽ, ഒരു ഡബിൾ ഏജൻറ്റ്, അതായത് ഓസ്ട്രേലിയക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു ഏജൻറ്റ് ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. അതായത് ഇവർക്ക് കീഴിൽ ധാരാളം ചെറിയ ചെറിയ ചാരന്മാരുണ്ട്. അപ്പോൾ ആ ചാരനെ പിന്നീട് ഒരു കണ്ടെത്തി അയാളെ തീർത്ത് കളഞ്ഞു. അപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ കൂടുതൽ അതിക്രമങ്ങൾ കൂടുവാണ്, വയലൻസ് കൂടുവാണ് ഫിജിയിൽ. അപ്പോൾ 1988 ജൂലൈയിൽ നമ്മുടെ റോ ഏജൻറ്റുമാർ ഓസ്ട്രേലിയയിലെ ലേബർ പാർട്ടിയുടെ ഒരു നേതാവിനെ സ്വാധീനിച്ചു. അങ്ങനെ അവിടെയൊക്കെ ഇതൊരു വലിയ വിഷയമായി. കാരണം ഈ നേതാവിന് ഫിജിയിലെയും ഓസ്ട്രേലിയയിലെയും പല ട്രേഡ് യൂണിയനായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ട്രേഡ് യൂണിയൻകാരും ലേബർ പാർട്ടിക്കാരൊക്കെ പാർലമെൻറ്റിൽ ഫിജിയിലെ പട്ടാള ഭരണത്തിനെതിരെ ശക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ അവർ പല രീതിയിൽ ഇന്ത്യക്കാർക്ക്, ഫിജിയിൽ ഇന്ത്യക്കാർക്ക് പണം എത്തിച്ചു. അപ്പോൾ അതിനുവേണ്ടി വ്യാജ കമ്പനികൾ ഉണ്ടാക്കും. അതിനാണ് ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത്. പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ ചില രാഷ്ട്രീയക്കാർ, ചില ആയുധക്കടത്തുകാർ, ഇവരൊക്കെ വഴി ഫിജിയിൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ചാരസംഘടന പണം എത്തിച്ചു, ധാരാളം പണം എത്തിച്ചു. അപ്പോൾ അവർ സമരമൊക്കെ നടത്തി. അപ്പോൾ ഇന്ത്യക്കാരെ കൂടുതൽ അടിച്ചമർത്തി. ഇതിനിടയ്ക്ക് ഫിജിയിൽ പുതിയൊരു ഭരണഘടനാ ഭേദഗതി വരുവാണ്. അതനുസരിച്ച് ഇന്ത്യക്കാരുടെ വോട്ടവകാശം എടുത്ത് കളയാൻ പോവുകയാണ്. അതായത് അവർ 100 കൊല്ലം ജീവിച്ചിരുന്ന രാജ്യത്ത് അവരെ രണ്ടാം കിട പൗരന്മാരാക്കുവാണ്.
അപ്പോൾ അത് ഇന്ത്യക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ പയ്യെ റോ അത് അടുത്ത ഓപ്പറേഷൻ തുടങ്ങി. റോ ഫിജിയിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് ആൾക്കാർ റിക്രൂട്ട് ചെയ്തു. എന്നിട്ട് രണ്ടുപേരെ അവർ റിക്രൂട്ട് ചെയ്തു. അവർ കുറേ ഇൻഫോർമേഷനൊക്കെ തന്നു. പക്ഷേ ഒരു പ്രശ്നം വന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ഇവർ നമ്മളെ ചതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് മറുകണ്ഠം ചാടി. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് കുറച്ചും കൂടെ വൈകി. പക്ഷേ കുറച്ചും കൂടെ വൈകിയെന്നേ ഉള്ളൂ. നമ്മൾ വീണ്ടും നമ്മുടെ ഓപ്പറേഷൻസ് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ഫിജിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ നോക്കി. പക്ഷേ നമുക്കത് കാര്യമായിട്ട് വിജയിച്ചില്ല. അപ്പോൾ നമ്മൾ പയ്യെ ഫിജിയിലെ മീഡിയനെ സാമ്പത്തികം കൊണ്ട് സഹായിച്ചു. അപ്പോൾ മീഡിയ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ന്യൂസ് ഇടാൻ തുടങ്ങി. അപ്പോൾ ഫിജിയിലെ ഗവൺമെൻറ് പയ്യെ പയ്യെ ബിഹേവിയർ മാറ്റി തുടങ്ങി. അവരെ ലോകം മൊത്തം വിമർശിക്കുവാണ്, മാധ്യമങ്ങൾ വിമർശിക്കുവാണ്, അയൽ രാജ്യമായ ഓസ്ട്രേലിയ ന്യൂസിലൻഡും വിമർശിക്കുവാണ്. അപ്പോൾ അവർ ചെറിയ ചെറിയ അളവുകൾ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ എന്നാലും വലിയ മാറ്റമില്ല. അപ്പോൾ ഇനി മനസ്സിലായി, റോയ്ക്ക് മനസ്സിലായി നമുക്ക് ഇനിയും ഇനിയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ഫിജി ഇപ്പോൾ ഭരിക്കുന്ന ആരാ? ഫിജിയുടെ സൈന്യമാണ്. ഫിജിയുടെ സൈന്യത്തിലെ പലരെയും നമ്മുടെ റോ റിക്രൂട്ട് ചെയ്തു. അതിനുവേണ്ടി ധാരാളം പണം റോ ഒഴുക്കുവാണ്. ഡോളറുകളുടെ കെട്ട് റോ ഇറക്കി. അങ്ങനെ ഫിജിയിലെ 3-4 സൈനിക ഉദ്യോഗസ്ഥരെ നമ്മൾ സ്വാധീനിച്ചു. അപ്പോൾ ഇവർക്ക് ഈ സ്റ്റിവേനി റബേക്കയുടെ പല ഇതും അറിയാവുന്നതായിരുന്നു, ഫിജിയിലെ പട്ടാള ഭരണാധികാരിയുടെ. അപ്പോൾ അത് നമ്മളെ സഹായിച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് മീഡിയയുടെ വാർട്ട്. അപ്പോൾ ആ സമയത്ത് ഫിജി ഗവൺമെൻറ്റിനോട് നമ്മളോട് ദേഷ്യമായി. നമ്മുടെ ഡിപ്ലോമാറ്റ്സിനെയൊക്കെ പിടിച്ച് പുറത്താക്കി. ഉദാഹരണം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള IFS ഉദ്യോഗസ്ഥനായിരുന്ന TP ശ്രീനിവാസൻ സാറ് ആ സമയത്ത് ഫിജിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നീട് ഡൽഹിയിലേക്ക് അയക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ പട്ടാളത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ പട്ടാളത്തിൽ സ്വാധീനം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വേറൊരു കാര്യം ചെയ്തു. നമ്മൾ താഴെക്കിടയുള്ള പട്ടാളക്കാർക്ക് കൈക്കൂലി കൊടുത്തു, ഇന്ത്യക്കാരെ ആക്രമിക്കാണ്ടിരിക്കാൻ. അത് എങ്ങനെയും ഇന്ത്യക്കാരെ രക്ഷിക്കുവാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ ഫിജിയിലെ ഇന്ത്യൻ നേതാക്കൾ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിച്ചു. അവർ സമരമൊക്കെ നടത്തി. ഇത് ഭയങ്കര ജനശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെ അജിറ്റേഷൻസ് ഒക്കെ വന്നു. ഇപ്പോഴും നമ്മുടെ UK നിന്നോ അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ കാര്യമായ റിയാക്ഷൻ ഇല്ല ഇന്ത്യക്കാരെ രക്ഷിക്കാൻ. അപ്പോൾ നമ്മളൊരു പണി ചെയ്തു. അപ്പോൾ അധികാരം പോയ ഇന്ത്യൻ നേതാവ് മരിച്ചു. സാധാരണ മരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊരു നേതാവാക്കി മാറ്റുവാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂവിലൊക്കെ റോ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുവാണ് 1992. അപ്പോൾ ഇലക്ഷനിൽ അവിടെ അവസാനം ഇലക്ഷൻ റിസൾട്ട് വന്നു. അപ്പോൾ ഇലക്ഷനിൽ ചില അട്ടിമറികൾ നടന്നെങ്കിലും സ്റ്റിവേനി റബാക്കയുടെ പാർട്ടിക്ക് കാര്യമായ വിജയം ഉണ്ടായില്ല. അങ്ങനെ അങ്ങേര് തന്നെ ഭരിക്കുവാണ്. ഇനി നമ്മൾ അവസാനം ബ്രഹ്മാസ്ത്രം എടുക്കുവാണ്. ഈ സ്റ്റിവേനി റുബേക്ക എന്ന് പറഞ്ഞ നേതാവിന് ഈ സ്ത്രീ വിഷയത്തിൽ ഭയങ്കര ഒരു സ്ത്രീ ലംബടനാണ്. അപ്പോൾ നമ്മുടെ റോയിൻ്റെ ചാരന്മാർ ഈ നേതാവിൻ്റെ ചില യൂറോപ്യൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള സെക്സ് വീഡിയോ ലീക്ക് ചെയ്തു. അവരത് ഷൂട്ട് ചെയ്തു. എന്നിട്ട് അവർ ഈ വീഡിയോ ഫിജിയിലെ ടോപ്പ് പൊളിറ്റീഷ്യൻസിനും സൈനിക മേധാവികളും കൈമാറി. അങ്ങനെ അയാളുടെ ലെജിറ്റിമസി പോയി. അയാളെ അവിടെ ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസ് ഒറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1999 അയാളുടെ പൊളിറ്റിക്കൽ കരിയർ അവസാനിച്ചു. അങ്ങനെ ഫിജിയിലൊരു മാറ്റം വരുവാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിജിയിൽ പിന്നെയും ഒരു പട്ടാള ടീമിലേക്ക് നടന്നു. എങ്കിലും ഒരു 2010 ഫിജിയിൽ വീണ്ടും മാറ്റം വന്നു. അങ്ങനെ ആ ഇന്ത്യൻസിൻ്റെ അവസ്ഥ പയ്യെ മാറുവാണ്. അപ്പോൾ അന്നത്തെ ഇന്ത്യക്കാരെ ഏറ്റവും പണി കൊടുത്തൊരു നേതാവിനെ നമ്മൾ തന്ത്രപരമായിട്ട് പുറത്താക്കി. അയാളുടെ വീഡിയോ ലീക്കായതോടുകൂടി അയാളുടെ രാഷ്ട്രീയ ഭാവി സത്യം പറഞ്ഞാൽ അന്ന് ആണിയടിച്ചു. അങ്ങനെ പിന്നെ അയാൾ തെറിച്ചു. പിന്നെ വേറൊരു ഭരണം വന്നു. പയ്യെ ഫിജിയിൽ സമാധാനം വരുവാണ്. ഒരു റീകൺസിലിയേഷൻ എഫേർട്സ് ഒക്കെ വരുവാണ്. അങ്ങനെ ഇന്ത്യക്കാരും ഫിജിക്കാരും തമ്മിൽ നല്ല ബന്ധമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 10-15 കൊല്ലം നോക്കുവാണെങ്കിൽ ഫിജിക്കാർക്ക് അവിടെ ഏറ്റവും പ്രാധാന്യമൊക്കെ ഉണ്ട്. ഇനി 1987 സമയത്ത് ഇന്ത്യക്കാർ പീഡനമൊക്കെ അനുഭവിച്ചപ്പോൾ കുറേ ഇന്ത്യക്കാർ അവിടെ നിന്ന് പോയി. അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ ഫിജിയുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫിജിയിൽ ഏകദേശം 9.5 ലക്ഷം ജനസംഖ്യയുണ്ട്. അതിൽ 58% ഫിജി ആദിവാസികളാണ്. അപ്പോൾ അവരാണ് ഇപ്പോൾ മെജോറിറ്റി. 37% ഇൻഡോ ഫിജിയൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇൻഡോ ഫിജിയൻസിൻ്റെ അവസ്ഥ വളരെ നല്ലതാണ്. അവരിപ്പോൾ മന്ത്രിസഭയിലുണ്ട്, ഡിപ്ലോമസിയിലുണ്ട്, പല ജോലികളിലും ബിസിനസ്സിലും ഉണ്ട്. അവർ അത്യാവശ്യം ശക്തമായ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഫിജിയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷും ഹിന്ദിയും ഫിജിയൻ ഭാഷയൊക്കെയാണ്. ഫിജിയിലെ റിലീജിയൻ നോക്കുവാണെങ്കിൽ മെജോറിറ്റി ക്രിസ്ത്യൻസ് ആണ്. അവർ ഫിജിയൻ വംശജരാണ്. ബാക്കി ഹിന്ദുസും മുസ്ലിംസും സിഖുകാരൊക്കെ ഉണ്ട്. അവർ ഇന്ത്യൻ വംശജരാണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ അത്യാവശ്യം നല്ലതാണ്. ടൂറിസവും പഞ്ചസാരയുടെ ഇതൊക്കെ ഉണ്ട്. പാർലമെൻ്ററി ഭരണമൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഫിജിയിൽ ഭയങ്കര മാറ്റം വന്നു കഴിഞ്ഞ 10-20 കൊല്ലം കൊണ്ട്. അവിടെ വംശീയ പ്രശ്നം കുറഞ്ഞു. അപ്പോൾ ഇന്ത്യക്കാരെ വംശീയമായിട്ട് പീഡിപ്പിച്ച ഈ റബൂക്ക പിന്നീട് മാപ്പ് പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്കാരോട് മാപ്പ് പറഞ്ഞു. അതൊരു പുതിയ അധ്യായമായിരുന്നു. ഇപ്പോൾ അവിടെ റീകൺസിലേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെയാണ് വീണ്ടും പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നത്. പക്ഷേ ഇതൊരു പുതിയ അധ്യായമാണ്.
അപ്പോൾ അദ്ദേഹം ഇന്ത്യയായിട്ട് നല്ല ബന്ധം വേണമെന്ന് പറയുന്നതാണ്. ഇന്ത്യക്കാർക്ക് നല്ല ജീവിതം വേണം. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയുടെ വലിയൊരു സുഹൃത്താണ് ഫിജി. അങ്ങനെ ഇന്ത്യൻസിൻ്റെ അവസ്ഥ വളരെ ബെറ്ററായി കഴിഞ്ഞു. അങ്ങനെ 87 നമ്മുടെ ചാരസംഘടന ഫിജിയിൽ പണവും പെണ്ണും വെച്ച് നടത്തിയ ഓപ്പറേഷനിൽ അന്നത്തെ പട്ടാള ഗവൺമെൻറ്റിന് വലിയൊരു തിരിച്ചടി വന്നു. അന്ന് ഇന്ത്യക്കാരെ പീഡിപ്പിച്ചിരുന്ന നേതാവിന് ഒരു തിരിച്ചടി വന്നു. അപ്പോൾ പിന്നീട് കാര്യങ്ങൾ മാറി. ഇപ്പോൾ അവിടെ ഇന്ത്യക്കാരുടെ അവസ്ഥ അത്യാവശ്യം മെച്ചമാണ്. അപ്പോൾ ഇതാണ് ഒരു പസഫിക് ദ്വീപിൽ അല്ലെങ്കിൽ ഫിജിയിൽ ഇന്ത്യൻ ചാരസംഘടനയായ റോ നടത്തിയ ഓപ്പറേഷൻ. അപ്പോൾ ഇത് പിൽക്കാലത്ത് വെളിവാക്കപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തണം കമൻറ്റുകൾ. ഈ വീഡിയോ നിങ്ങളുടെ സോഷ്യൽ സർക്കിൾസിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക.